തിയേറ്റർ കാഴ്ചയിൽ നിന്നും പോയ വർഷം മിസ്സായ ഒരു സിനിമയായിരുന്നു രജനി എന്നുള്ളത്. വിനിൽ സ്കറിയ വർഗീസ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയായിരുന്നു ഈ ഒരു രജനി എന്നുള്ളത്. എന്തായാലും സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആമസോൺ പ്രൈം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സിനിമ കാണാനും സാധിച്ചു. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് കാളിദാസ് ജയറാം, അതുപോലെ തന്നെ സൈജു കുറുപ്പ്, നമിത പ്രമോദ് ഒക്കെ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കൊലപാതകമാണ് നടക്കുന്നത്. ശേഷം ആ ഒരു കൊലപാതകി ആരാണ്, എന്തിനാണെന്നൊക്കെ തന്നെ കാണിച്ചു തരുന്നതാണ് ഏകദേശം ഒരു ഓൺലൈൻ എന്നൊക്കെ പറയാൻ സാധിക്കും. കാര്യമായിട്ട് സ്പോയിലർ ആക്കുന്നില്ല. ബേസിക്കലി ഇതൊരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. അപ്പോൾ കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ള ആസ്വാദനം തീർച്ചയായിട്ടും പോകുമല്ലോ. ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കാതെ പോവുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ആ ഒരു OTT എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാള ത്രില്ലർ സിനിമ കാണണം എന്നുള്ള ഒരു ത്വരയോടുകൂടി കൂടെ പോവുകയാണെങ്കിൽ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് രജനി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. ഈ സിനിമയുടെ കഥ പരിസരം എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ടോട്ടാലിറ്റിയിൽ ആ ഒരു സ്റ്റോറി എന്നുള്ളത് വലിയ പുതുമയുണ്ടായിരുന്ന ഒന്നായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള സംഭവമായിരുന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഈ സിനിമയിലൂടെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിലൂടെ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഫോർമാറ്റ് ഉണ്ടല്ലോ. കൊലപാതകങ്ങൾ നടക്കുന്നു, അപ്പോൾ ആ കൊലപാതകം ചെയ്തയാളും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടവരും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും. അതൊരു ഫ്ലാഷ് ബാക്കിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ആ ഫോർമാറ്റ്, അതായത് നമ്മൾ ഈ ഓസലറിലും കണ്ട ആ ഒരു ഫോർമാറ്റ് തന്നെ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടിപ്പിക്കൽ കഥ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലും എടുത്തിട്ടുള്ളത്. പക്ഷേ അത് അവതരിപ്പിച്ചപ്പോഴത്തേക്കും അത്യാവശ്യം കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് നൽകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. എസ്പെഷ്യലി പറയേണ്ടത് ആ ഒരു കില്ലർ ആരാണ്, എന്തിനാണ് എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, അത് നല്ല ഡെപ്തിൽ തന്നെ പ്രേക്ഷകരുടെ ഉള്ളിൽ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആകാംക്ഷയുണ്ട്, ഇത് ആരാണ്, ഷെടാ ഇവൻ ആരാണ്. ഓക്കെ, ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും നല്ല ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു സിനിമ ഇരുന്ന് കാണും. അതാണ് സിനിമയുടെ ആദ്യത്തെ ഹൈലൈറ്റ് വശം എന്നുള്ളത്. പിന്നെ പ്രകടനത്തിൻ്റെ കാര്യത്തിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ നായകനായിട്ട് കാളിദാസ് ജയറാമാണ് എത്തുന്നത്, അതുപോലെ തന്നെ നമിത പ്രമോദ് ഉണ്ട്, സൈജു കുറുപ്പ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇവരൊന്നും തന്നെ അന്യായ പ്രകടനം കാഴ്ചവെച്ച പോലെയൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാസ്റ്റിങ്ങിൽ കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ നടത്താമെന്നൊക്കെ എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയിരുന്നു. ഇപ്പം കാളിദാസ് ജയറാമിനെ കുറ്റം പറയല്ല, അദ്ദേഹത്തിന് ഒരു സ്യൂട്ടാകാത്തൊരു ക്യാരക്ടർ പോലെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നി. എങ്കിലും ഓക്കെ പ്രകടനമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പോട്ടെ, സിനിമയ്ക്കുള്ളിൽ ഒരാളുടെ പ്രകടനം ഞാൻ ശരിക്കും ഇരുന്ന് ആസ്വദിച്ചു, വേറെ ആരുടെയോ അല്ല. ഇതിൻ്റെ അകത്ത് ആ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറിനെ അവതരിപ്പിച്ച ആ ഒരു ആൾ, ഓക്കെ, അന്യായ പ്രകടനം നിങ്ങൾ കണ്ടു തന്നെ നോക്കുക. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ട് തീർത്ത് കഴിയുമ്പോഴും ആ ഒരു കഥാപാത്രം പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോകില്ല. അമ്മാതിരി ഒരു പ്രകടനമാണ് ആ ഒരാൾ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാപ്പും അർഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു BGM കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. അതായത് ഞാൻ ഹോം തിയേറ്ററിൽ ഇരുന്നാണ് കണ്ടത്. ഹോം തിയേറ്ററിലൊക്കെ അത്യാവശ്യം ആ BGM, ആ ഒരു സൗണ്ട് ഡിസൈനിങ്, ആ ഒരു സംഭവമൊക്കെ തന്നെ അത്യാവശ്യം വർക്കൗട്ടായി നിൽക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടാതെ ക്യാമറ കാഴ്ചയൊക്കെ തന്നെ അത്യാവശ്യം ഡീസൻ്റൊക്കെ ആയിട്ട് തന്നെയാണ് ിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇതൊരു നവാഗത സംവിധായകൻ്റെ ഒരു ആദ്യ സംവിധാന സംരംഭമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം അത്യാവശ്യം ഒരു ട്രൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറക്ഷൻ മേക്കിംഗ് ശൈലിയിലും അദ്ദേഹം അത്യാവശ്യം ഒരു ട്രൈ നടത്തിയിട്ടുള്ളതായിട്ടും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. വലിയ അലമ്പായിട്ടൊന്നും തന്നെ എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ ഒരു പുതുമുഖ സംവിധായകൻ സാധാരണ രീതിയിൽ അലമ്പാക്കാറുണ്ട്, അത്രയും അലമ്പാക്കിയ പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. അദ്ദേഹത്തിന് മാക്സിമം പരിശ്രമിച്ചതായിട്ടും എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സിനിമയെ പറ്റി മൊത്തത്തിൽ പറയാനുള്ളത്. ഞാനിപ്പോൾ ഇതിൻ്റെ ചെറിയ ന്യൂനതകളൊക്കെ ഈ പറഞ്ഞ വഴിക്ക് തന്നെ പറഞ്ഞു. ഈ കഥ എന്നുള്ളത് ടോട്ടാലിറ്റി എടുത്ത് പരിശോധിച്ചാൽ ഇതിനു മുമ്പും കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു കഥാപരിസരമാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ കഥ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ പേഴ്സണലി എനിക്ക് ഡൈജസ്റ്റ് ആയില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി കൃത്രിമത്വമായിട്ട് എഴുതി ചേർക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില സിനിമകളിൽ നമ്മളത് അനുഭവിക്കാറുണ്ട്. അത്തരത്തിലുള്ള കുറേ സംഭവങ്ങൾ ഈ സിനിമയ്ക്കുള്ളിലുണ്ട്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ കണ്ട് പോകും, പിന്നീട് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും ചേടാ ഇതിങ്ങനെ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലോജിക്ക് തന്നെ, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് പോകും. അങ്ങനെയുള്ള കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അഭിനേതാക്കളും മൊത്തത്തിൽ അങ്ങോട്ട് മാരക പ്രകടനമല്ല കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളെ ഒന്ന് സംതൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും രജനി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നുള്ളത്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ ഡെയിലി എന്നും ഇരുന്ന് ലോകോത്തര സിനിമകളും എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും കാണുന്ന ഒരാളല്ലെന്ന് വെച്ചു, വല്ലപ്പോഴും മലയാളം തമിഴ് സിനിമകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചു, നിങ്ങൾ ധൈര്യമായിട്ട് വിട്ടോ, നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു സിനിമ. കണ്ടു കഴിയുമ്പോഴത്തേക്കും കിടിലൻ ത്രില്ലർ സിനിമയായിരുന്നല്ലോ എന്നുള്ളൊരു ഫീൽ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിനുള്ളിൽ സെക്ഷൽ കണ്ടതൊന്നും കാര്യമായിട്ടുണ്ടെന്നൊന്നും പറയാനും സാധിക്കില്ല. സോ ഫാമിലി ആയിട്ട് വരുന്ന കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് റേറ്റിംഗ് കൂടി പറയണമല്ലോ അല്ലേ. സിനിമയ്ക്കൊരു 6.5/10 ആണ് നൽകുന്നത്, 10/5. അപ്പോൾ എന്നും പറയുന്ന പോലെ വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സിനിമ കണ്ടുമടങ്ങാം. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം.